ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ആ സഹോദരി എന്നോട് പറയുകയാണ് 7 വ്യാഴാഴ്ചകളിൽ പോയിട്ട് ആ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി കിട്ടും. പള്ളിയിൽ വന്നിട്ട് ഈശോയുടെ അടുത്ത് വന്നിട്ട് എന്താണ് ഈശോയോട് പ്രാർത്ഥിച്ചത്? ഈശോയെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തി, കേട്ട മാത്രം ഒരു വ്യക്തി, എന്താ ഈശോയോട് പ്രാർത്ഥിച്ചത്? അങ്ങനെ പള്ളിയുടെ ഒരു 100 മീറ്റർ അകലെ ആയിട്ടാണ് റോഡ്. ആ റോഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ലേഡി വന്ന് എന്നെ ഇങ്ങനെ വിളിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ സങ്കടം മുഴുവൻ ഞാൻ ആ ലേഡിയോട് പറയുകയാണ്. അതായത് എല്ലാ മതങ്ങളും മനുഷ്യരെ പറ്റിക്കുകയാണ്. ഒരു ദൈവവും ഇല്ല, ജീവിക്കുന്ന ദൈവം ഇല്ല. എല്ലാ മതങ്ങളും മനുഷ്യരെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ ദൈവങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുക, അവസാനം ഈശോയോട് പ്രാർത്ഥിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഈ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു തരികയാണ്, അങ്ങനെയല്ല, ഈശോ മാത്രമാണ് രക്ഷകൻ, ഏക കർത്താവ് ഈശോയാണ്. വൈഫ് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിറകുന്നൊരു ശക്തമായ ലൈറ്റ് ഇങ്ങനെ വരുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ്. നമ്മൾ ഇരുട്ടത്ത് ഒരു വാഹനമൊക്കെ വന്ന് നിർത്തിക്കഴിഞ്ഞാൽ അത്ര പവറിലൊരു ലൈറ്റ് വരുന്നു. അപ്പം വൈഫ് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പം തിരിഞ്ഞു നോക്കിയപ്പം ഈശോ നിൽക്കുന്നതായിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞെങ്കിലും കണ്ടതോടുകൂടി വൈഫ് പേടിച്ചു പോയി. വീട്ടിൽ എൻ്റെ പ്രാർത്ഥന, ഈശോയെ ഈ ഒരു സമയം അമ്മ വന്നിരിക്കുകയാണ്, അപ്പോൾ ഇതിൽ അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ അമ്മ ഒരിക്കലും ഈശോ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഈശോ ഇതിലിടപെട്ടേ പറ്റൂ. ചേട്ടൻ കേട്ട് വിശ്വസിച്ചു ഈശോയെ കുറിച്ച്, ചേച്ചി കണ്ടു വിശ്വസിച്ചു, അമ്മ അനുഭവിച്ചു ഈശോയെ. ഈശോയുടെ ആ വലിയ സ്നേഹം നമ്മൾ കേൾക്കുന്ന സമയമാണ്. ചേട്ടാ, ഈ ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞല്ലോ, അതായത് ഭൗതികമായ നന്മകളിലൂടെ ഈശോയെ അറിയാതിരുന്നൊരു വ്യക്തി ഈശോ വെളിപ്പെടുത്തി തന്നു, ഈശോയെ അനുഭവിക്കാനുള്ള അവസരം തന്നു, ഭൗതികമായ ഒരുപാട് നന്മകൾ തന്നു. ഇതിനപ്പുറമാണ് ചേട്ടൻ്റെ ആത്മീയ വളർച്ച എന്ന് എനിക്കറിയാം. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ അനുഭവിച്ച ഈശോയെ, ഈ ജീവിക്കുന്ന ഈശോയെ എൻ്റെ രോഗികൾക്കും കൂടെ കൊടുക്കണമെന്ന് തോന്നിയത്? മർക്കോസ് 16:17 വചനം പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അപ്പം ഒരു രോഗിയായിട്ടുള്ള വ്യക്തിക്ക് അവർ അത്രയും സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ആ രോഗി കടന്നു പോകുന്നത്, അത്ര വിഷമങ്ങളിലൂടെ. അപ്പം നമ്മൾ ഈശോയുടെ സ്നേഹം അവർക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും അത് അവർക്ക് ഭയങ്കര ആശ്വാസമാണ്. അത് ആ ഒരു സ്നേഹം നമുക്ക് കിട്ടിയ ഈശോയുടെ സ്നേഹം നമ്മൾ ആ രോഗികൾക്ക് കൊടുക്കുമ്പോഴേക്ക് അവർക്കത് അവിടെ ഒരു വലിയ ഒരു ആശ്വാസവും വലിയ സൗഖ്യവുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് രോഗികൾക്ക് അങ്ങനെ ഒരു സൗഖ്യം കിട്ടിയിട്ട് അവർ മാനസികമായിട്ടും ശാരീരികമായിട്ട് പോലും ആ ഒരു സൗഖ്യം കണ്ടിട്ടുണ്ട്. അനോണി ചേട്ടൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ കൺമുൻപിൽ കാണുന്ന കുറച്ച് മനോഹരമായ കാര്യങ്ങളാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അനുദിനം വിശുദ്ധ ബലി അർപ്പിക്കാൻ വരിക, മക്കളുടെ ഓൾട്ടറിൽ നിന്ന് മനോഹരമായി ഈശോയുടെ അടുത്ത് നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. അനോണി ചേട്ടൻ്റെ വീട്ടിൽ വന്നാൽ ഓഡിയോ ബൈബിളാണ്, വചനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുവരുകളിൽ നോക്കിയാൽ അവിടെ ബൈബിൾ വചനം എഴുതി വച്ചിരിക്കുകയാണ്. അതിനെല്ലാം ഉപരി ഈശോയെ കൊടുക്കുന്ന ഒരു യൂക്കറിസ്റ്റ് മിനിസ്റ്ററാണ്. ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ ഈശോ ആത്മീയമായി എത്രയധികം ചേട്ടൻ ഉയർത്തിയെന്ന് ഞങ്ങൾ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സഭയോട് ചേർന്ന് നിന്ന് ഈശോയെ കൊടുക്കുന്ന ഒരു വ്യക്തിത്വം. ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ കാണുന്ന ഇതിനപ്പുറത്തേക്ക് ഈശോ പേഴ്സണലി സംസാരിക്കുന്ന ഒരു അനുഭവം, ഈശോ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു തന്ന പോലത്തെ ഒരു അനുഭവം, വചനത്തിലൂടെ സംസാരിച്ചൊരു അനുഭവം, അങ്ങനെ എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ? തീർച്ചയായും ഉണ്ട് അലീന. ലാസ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഈശോ അതെനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഞാൻ അച്ഛനെ വിളിച്ച സമയത്ത് ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല, 8 years old ആണ്. അവർ അച്ഛനും അമ്മയും 2 പേരും കൂടെ പുറത്ത് പോയിരിക്കുകയായിരുന്നു. ഞാൻ വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. വൈകുന്നേരം ഞാൻ വിളിച്ചപ്പോഴേക്ക് അമ്മ പറഞ്ഞു, ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു, അവർ ECGയിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു.
അപ്പം ഞാനത് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ഈശോയെ ഞാൻ എന്താണ് ഈശോ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇപ്പം പോകണോ അതോ 2 വീക്സ് കഴിയുമ്പോഴേക്ക് എനിക്ക് ആനുവൽ ലീവാണ്, അപ്പം പോയാൽ മതി, ഈശോയുടെ ആഗ്രഹം എന്താണ്? അപ്പം ചോദിച്ചിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ തുറന്നപ്പം ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു, ഇന്ന് ജഡം നാളെ പുഴു മരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വചനമാണ്. അപ്പം ഞാൻ തകർന്നു പോയി. കാരണം ഞാനത് തീരെ പ്രതീക്ഷിക്കാത്തൊരു വചനമാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ അത് ഈശോ എന്നോട് സംസാരിച്ചതാണ്. അപ്പം ഞാനത് വൈഫിനോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പം അവിടെ ഓഡിയോ ബൈബിൾ ഓണാണ്. അപ്പോൾ ഓഡിയോ ബൈബിളിൻ്റെ അടുത്ത വചനം വരുന്നു, നാളെ അവൻ്റെ ആത്മാവിനെ ഞാൻ അവനിൽ നിന്നും എടുക്കും. ഞാൻ ഞെട്ടിപ്പോയി. മരണത്തെ 2 വചനം മരണത്തിൻ്റെതായിട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈശോയുടെ ഇത് മരണമാണെന്ന് എനിക്ക് പറഞ്ഞു തരികയാണ് ഈശോ, പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ തന്നെ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ ടിക്കറ്റ് എടുത്ത് കയറുകയാണ്, കാരണം ഈശോ എന്നോട് പറഞ്ഞു വചനത്തിലൂടെ മരണമാണെന്ന് പറഞ്ഞു. അപ്പം വൈഫ് പറഞ്ഞു, നിങ്ങൾ എന്താ പറയുന്നത്, അത് അച്ഛന് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല, അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ കയറുകയാണ്, നിങ്ങൾ റെഡിയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ടിക്കറ്റ് എടുത്ത് കയറി. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്ക് അവിടെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അവർ ICUയിലേക്കൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ ഈശോ തന്ന ഈ വചനത്തിലൂടെ ഈശോ എന്നെ ശക്തിപ്പെടുത്തി. ആ കടന്നുപോയ ദിവസങ്ങൾ, മണിക്കൂറുകളെല്ലാം ആ ഒരു ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. ഈശോ തന്നു, ഈശോ എടുത്തു, ഈശോയുടെ നാമം മഹത്വപ്പെടുത്തെ ആ ഒരു ലെവലിലേക്ക് എന്നെ ഈശോ ആ സമയത്തേക്ക് വളർത്തി. ജോബ് പറയുന്നത് പോലെ. അപ്പം എനിക്ക് മരിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, കാരണം എൻ്റെ ഈശോയുടെ അടുത്തേക്കാണ്. ഈശോ പറഞ്ഞതാണ്, അത് ഞാൻ അവനെ എടുക്കുകയാണ്. അപ്പം ആ ഒരു മണിക്കൂറുകൾ, അവസാന മണിക്കൂറുകളൊക്കെ ഈശോ ഈ മരണത്തിന് വേണ്ടി ഒരുക്കി എൻ്റെ അച്ഛനെ ഒരുക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കരുണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുക്കിയിട്ടാണ് മരണത്തിന് പോയത്. അത് വലിയൊരു സങ്കടത്തിൻ്റെ സമയത്ത് ഈശോ വചനം തന്ന് ഞങ്ങളെ എന്നെ ശക്തിപ്പെടുത്തി വഴി നടത്തി. അത് വലിയൊരു അനുഭവമായിരുന്നു അലീന. എത്ര മനോഹരമാണ് ഇത് കേൾക്കാൻ അല്ലേ. പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തോന്നും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്. ഈശോയെക്കുറിച്ച് കേട്ട് വിശ്വസിച്ചു വന്നു, ഈശോ ഭൗതികമായി ഉയർത്തി, അതിനപ്പുറം ഒരു ആത്മീയ ലെവലിൽ ഉയർത്തി. ഇപ്പോൾ ഈശോ സംസാരിച്ചു, വചനത്തിലൂടെ സംസാരിച്ച് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കാണിക്കുന്ന ആ ഒരു വിശ്വാസം നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമാണ് ചേട്ടൻ ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചത്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഓരോ കാര്യങ്ങളിലും ഈശോയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അവിടുന്ന് സംസാരിക്കും, കൂടെ നിൽക്കും. ജോബിനെ പോലുള്ളൊരു വിശ്വാസത്തിലേക്ക് നമ്മളെ ഉയർത്തുമെന്ന് ചേട്ടൻ്റെ ജീവിതം നമുക്ക് സാക്ഷ്യമാവുകയാണ്. ചേട്ടാ, കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിക്കണമെന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ സഹോദരങ്ങളോട് കരുണ കാണിക്കാൻ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമെന്ന്. ഒന്നാമത്തേത് പ്രവൃത്തിയിലൂടെ, 2 വാക്കിലൂടെ, 3 പ്രാർത്ഥനയിലൂടെ. ഇത്രയധികം ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി രോഗികൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ ഉറപ്പാണ് മഹത്തായ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ചേട്ടന് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈശോ പറഞ്ഞതുപോലെ രോഗികളോട് കരുണ കാണിക്കാൻ തോന്നുന്നത്? ലൂക്ക 6:36 വചനം പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഓരോ ദിവസവും ഈശോ മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട്, അതായത് നമ്മൾ മത്തായി 25:40 വചനം പറയുന്നുണ്ട്, ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പം ഓരോ വ്യക്തിയിലും ഈശോയെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനും ആ രോഗികളോട് കൂടുതൽ സ്നേഹത്തോടെ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു സ്നേഹം നമ്മൾ ഓരോ രോഗിക്കും കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച്, നമുക്ക് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, അവർക്ക് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ, അവരെ ഒന്ന് കേൾക്കാനും ശ്രവിക്കാനും അവരോട് കൂടെ നിൽക്കാനും ഒക്കെ, അങ്ങനെ കൂടുതലായിട്ട് ആ രോഗികളോട് നമ്മൾ കരുണയോടെ പെരുമാറുമ്പം ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. എനിക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പം ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഒരു ദിവസം ഒരു രോഗിയെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു ഡ്രസ്സിങ്ങിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ രോഗി എൻ്റെ അടുത്ത് വന്നു. ഞാൻ വളരെ ചിരിച്ച് വളരെ സ്നേഹത്തോടു കൂടി ഡ്രസ്സിങ്ങിന് റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഫസ്റ്റ് എന്നോട് ചോദിച്ച ചോദ്യം,
നീ ഡ്രസ്സിങ് ചെയ്യാൻ എക്സ്പേർട്ടാണോ? അതാണ് ആദ്യം എന്നോട് ചോദിച്ചത്. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ ഇറിറ്റേറ്റഡ് ആയി. പെട്ടെന്ന് ഞാൻ ഗ്ലൗസൊക്കെ ഊരിയിട്ട് ഞാൻ ഉള്ളിലോർത്തു, എന്നാൽ എക്സ്പേർട്ടായിട്ടുള്ളവർ വന്ന് ചെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ ഊരിയതും എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഇങ്ങനെയാണോ ഈശോയെ സ്നേഹിക്കുന്ന ഒരു നേഴ്സ് ചെയ്യേണ്ടത്? ഞാൻ തിരിച്ച് ഗ്ലൗസ് ഇട്ടു, വീണ്ടും അത് ഉൾക്കൊണ്ട് സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിച്ചു. ഞാനിത് പറയാൻ കാരണം, കരുണയോടെ നമ്മൾ പെരുമാറണമെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ, അങ്ങനെയുള്ള അനുഭവങ്ങൾ ജോലി മേഖലയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? ഇത്ര സൗമ്യതയോടെ, കരുണയോടെ ഇതൊരാൾക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് ഈശോയുടെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ അവരെന്ത് നമ്മളോട് ചെയ്തു കഴിഞ്ഞാലും അവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും നമുക്ക് പറ്റും. ഞാൻ ഓർക്കുകയാണ്, ഒരു രോഗി, ആ രോഗിയുടെ അടുത്ത് ഫസ്റ്റ് ഞാൻ ചെന്നപ്പോൾ എന്നെ ഒരു അവിടെയുള്ള ഒരു സാധനം എടുത്ത് എന്നെ അടിക്കുകയാണ്. അപ്പം ആദ്യം എനിക്കൊരു അടി കിട്ടി. അപ്പം ഞാനൊന്ന് പേടിച്ചു. പക്ഷേ ഞാനത് വീണ്ടും ഞാൻ എൻ്റെ കൈ അവിടെ വെച്ചു. അപ്പം പുള്ളി എന്നെ 2-3 തവണ അടിച്ചു. എന്നിട്ട് ഞാൻ കൈ മാറ്റിയില്ല. അപ്പം ആ മനുഷ്യൻ അതോടുകൂടെ ആ ഒരു മനുഷ്യൻ മാറുകയാണ്. പിന്നെ ഞാൻ പറയുന്നത് പുള്ളി കേൾക്കുന്നു. അത് നമ്മൾ സ്നേഹത്തോടെ, അതായത് നമ്മൾ അവരെന്ത് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്നേഹത്തോടെ നമ്മൾ അവരെ കേൾക്കുകയും അവരോട് നിൽക്കുകയും ചെയ്യുമ്പം ഒരുപാട് വ്യത്യാസം രോഗികളിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്ന അവസ്ഥയിൽ ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് അതാണ് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിച്ച് പോകുമ്പം ആ ഒരു കൃപ നമ്മളിലേക്ക് വരുന്നു. ആ ഒരു കൃപയിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു രോഗിയോട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് കൃപയാണ്, അതായത് ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ കഴിവല്ല. ആ ഒരു കൃപയിൽ ആശ്രയിച്ചിട്ട് രോഗികളോട് നമ്മൾ സ്നേഹത്തോടെ നിൽക്കുമ്പോഴേക്ക് ദൈവമാണ് അതെല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നത്. അനുദിനമുള്ള വിശുദ്ധ കുർബാന പ്രാർത്ഥനകളിലൂടെയെല്ലാം ഈ കൃപ നമ്മിൽ നിറയണം, അല്ലേ? ആ കൃപ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവസ്നേഹം നിറയും. ആ സ്നേഹം അവരെത്ര നമ്മളെ നിന്ദിച്ചാലും ആ സ്നേഹം കൊടുക്കാൻ ഈശോ നമ്മളെ പ്രാപ്തരാക്കും. ഇപ്പം ചേട്ടൻ പറഞ്ഞു, ഈശോയെ അനുഭവിച്ച് ഈശോയുടെ സ്നേഹം നിറയുമ്പോൾ നമുക്ക് ആ ഒരു സ്നേഹം രോഗികളിലേക്കും കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഈശോയെ രോഗികൾക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ, നമ്മൾ അനുഭവിച്ച ഈശോയെ അത് നമ്മളുടെ കയ്യിലിരിക്കുന്ന രോഗികൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതൊരു അനീതിയാണ്. പക്ഷെ അപ്പോഴും സിറ്റുവേഷൻ ഫേവർ ആകുമ്പോൾ മാത്രമല്ലേ നമുക്കതിന് കഴിയുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. എൻ്റെ കൂടെ ഒരു ആൾ എന്നോട് ഷെയർ ചെയ്യുകയാണ്, രോഗി എന്നോട് പറയുകയാണ്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അല്ലെ എൻ്റെ കൂടെയുള്ളൊരു കൊളീഗ്സ് പറയുകയാണ് ഇന്ന ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ ഈശോ ജീവിക്കുന്ന ഈശോയാണ്, ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ പലപ്പോഴും എൻ്റെ ഈശോ ജീവിക്കുന്ന ഈശോയാണ്, നിൻ്റെ അസുഖം അവൻ മാറ്റും എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ചില സമയത്തൊരു ചാഞ്ചല്യം വരാറുണ്ട്. ഇത് മാറ്റിയില്ലെങ്കിൽ നാളെ ഞാൻ ഇവരെ കാണില്ലേ, നാളെയും ഇവരോട് ഞാൻ സംസാരിക്കേണ്ടതല്ലേ? അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് ഇത്രയധികം വ്യക്തമായിട്ട് എനിക്ക് ജീവിക്കുന്ന ഒരു ഈശോയുണ്ട്, ഈശോ അത് മാറ്റും എന്ന് പറയാൻ യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നത് അലീന, നമ്മൾ പറയേണ്ടത് പറയുന്നു, ബാക്കി പ്രവർത്തിക്കുന്നത് മുഴുവൻ കർത്താവാണ്. അത് നമ്മുടെ കഴിവല്ല, അത് ഈശോ ആ കാര്യത്തിൽ ഇടപെടുമ്പം ഈശോ ചെയ്തോളും. ഞാൻ ഒരിക്കലും ഒരു കാര്യം അത് മാറുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പിറകെ പോവാറില്ല, അത് മാറിയോ എന്ന് നോക്കാറില്ല. കാരണം അത് എൻ്റെ ജോലിയല്ല, അത് ഈശോ ചെയ്യും. അതായത് നമ്മൾ ഈശോയെ കൊടുക്കുക, ഈശോയുടെ സ്നേഹം കൊടുക്കുക, അവർക്ക് പ്രത്യാശ കൊടുക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഒരു അനുഭവം ഞാൻ പറയാം അലീന. ഒരു ക്യാൻസർ രോഗി അവസാന നിമിഷങ്ങളിൽ ഞാൻ ട്രീറ്റ് ചെയ്യാനിടയായി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മീയ അവസ്ഥ ഞാൻ അന്വേഷിക്കുകയും അദ്ദേഹം ഈശോയിൽ നിന്ന് വളരെ അകലെയായിട്ട് കുർബാനയൊന്നും സ്വീകരിക്കാതെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞ് അങ്ങനെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ട്രാൻസ്ഫറായിട്ട് പോകും. അപ്പം ഞാൻ അപ്പം തന്നെ ഈശോയെ പറ്റി എൻ്റെ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിത സാക്ഷ്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞ് ആ മകനോട് മാനസാന്തരപ്പെട്ട് അത് മരിക്കാൻ പോകുന്ന ഒരു രോഗിയായിട്ടും അദ്ദേഹം ഈശോയിലേക്ക് തിരിയാതെ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ജീവിക്കുന്നത് കണ്ട് അദ്ദേഹത്തോട് ഈശോയെ പറ്റി പറയുകയും തിരിച്ചു വരാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നത് ആ മകനോട് ഈശോയെ പറ്റി പറയാൻ അവസാനമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തി ഞാനാണ്, അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അനീതി പ്രവർത്തിക്കുന്നു, അതാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് വലിയൊരു അനീതിയാണ്. കാരണം ആ മകൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണത്. അപ്പം
അങ്ങനെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എപ്പോൾ വചനം സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും വചനം പ്രസംഗിക്കുക എന്നാണ്, നമ്മൾ ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറെ ഒരു ഇൻസിഡൻ്റാണ്. ഒരു പ്രാവശ്യം എനിക്ക് ഈശോ ഇങ്ങനെ ഒരു പ്രചോദനം തരികയാണ്, എല്ലാ നേഴ്സുമാർക്കും വചനം അയക്കാൻ. അങ്ങനെ ഞാൻ കുറേ നേഴ്സുമാരെ നമ്പർ തപ്പി അവരെല്ലാം ആഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയെ ഇവർക്ക് കൊടുക്കേണ്ട വചനം ഏതാ, അപ്പം കിട്ടുന്ന ആ ഒരു വചനം എടുത്ത് ഞാനിങ്ങനെ ഗ്രൂപ്പിലിടും. അപ്പം പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് അത് എനിക്കുള്ള വചനമായിരുന്നു, കർത്താവ് അതിൽ ഇടപെടും. അപ്പം ഞാൻ കുറച്ച് ദിവസം അത് വചനം അയക്കാൻ വിട്ടുപോയി. അപ്പം ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ഞാൻ അവരെ അടുത്ത് പോകുമ്പോൾ എന്തേ വചനം അയക്കാഞ്ഞത് എന്ന് ചോദിക്കും. പക്ഷേ ആരും ഒന്നും ചോദിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ വൈഫിനും അയക്കുമായിരുന്നു. അപ്പം വൈഫിനോട് ചോദിച്ചു, ഇങ്ങനെ വചനം അയക്കാതിരുന്നിട്ടും ആരും ഒന്നും ചോദിച്ചില്ല, ആരും വായിക്കുന്നില്ലേ? അപ്പം വൈഫ് പറഞ്ഞു, ഞാനും അതിങ്ങനെ നോക്കിയിട്ട് അങ്ങ് ഇതാക്കുക ചെയ്യുന്നത്, അല്ലാതെ വായിക്കാറില്ലെന്ന്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഫീലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങ് ഡിസൈഡ് ചെയ്തു ഞാൻ അയക്കുന്നില്ല. വായിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ അയക്കണം? അപ്പം ഞാൻ കുർബാനയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ പറയുകയാണ്, നിന്നോട് ഞാൻ വചനം അയക്കാനല്ലേ പറഞ്ഞുള്ളൂ, അവർ വായിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. മനോഹരമായിട്ട് ഈശോ സംസാരിച്ചു. അതാണ്, അത് നമ്മൾ ചെയ്യേണ്ടത് കാര്യം ചെയ്യുക, ബാക്കി പ്രവർത്തിക്കുന്നത് മുഴുവൻ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ഈശോയെ പങ്കുവയ്ക്കാൻ ഇറങ്ങുമ്പോൾ ധൈര്യമായിട്ട് ഈശോയെ കൊടുക്കാം. നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യം ചെയ്യുക, ബാക്കി ഈശോ ചെയ്തോളും എന്നൊരു വലിയ ബോധ്യം നമുക്കുണ്ടാവണം. ഇനി ഞാൻ നഴ്സസ് കൂട്ടായ്മയിലൊക്കെ ചേട്ടൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ അതിൽ കേട്ട ഒരു സെന്റൻസ് എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു സെന്റൻസാണ്. അതിങ്ങനെയായിരുന്നു, രോഗികളുടെ കൂടെ എക്സ്ട്രാ മൈൽ നടക്കണം, അപ്പോൾ രോഗി ചോദിക്കണം എന്താണ് നിനക്കുള്ള വ്യത്യാസം, അപ്പോൾ ഈശോയെ കൊടുക്കണം. അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഈശോ വചനത്തിലൂടെ പറയുന്നുണ്ട്, 1 മൈൽ ദൂരം ഓടാൻ ആഗ്രഹിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം ഓടുക. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ രോഗിയുടെ കൂടെയും നമുക്ക് എക്സ്ട്രാ മൈൽ ഓടാൻ കഴിയും. അത്രയും അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരുപാട് ലിമിറ്റേഷനുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ മൈൽ രോഗിയോട് കൂടെ ഓടാം, അവരോ സ്നേഹത്തോടെ കൂടി ആയിരിക്കാനും. ഞാൻ ഓർക്കുകയാണ്, ഒരു തമിഴായിട്ടുള്ള ഒരു രോഗിയുടെ ഇത് ഓർക്കുകയാണ്. അദ്ദേഹം ഈ സെപ്സിസ് വന്നിട്ട് ICUവിൽ ആയിട്ട് തിരിച്ച് ഞങ്ങൾ വാർഡിലേക്ക് വന്നതാണ്. അപ്പം തീരെ ബെഡ്രിഡനായിട്ട് തീരെ കാലിനൊന്നും അനക്കാൻ പറ്റാത്ത, കാലും കൈയൊന്നും അനക്കാൻ പറ്റാത്ത രീതിയിലായിരുന്ന ആ ഒരു രോഗിയോട് ഞാൻ ഈശോയെ പറ്റി പറയുകയും ഈശോയുടെ സ്നേഹം പറയുകയും അദ്ദേഹത്തെ ഞാൻ ഒരു വചനം പഠിപ്പിച്ചു. ജെറമിയ 17:14 ഒരു വചനമുണ്ട്, കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അതൊരു പാട്ടായിട്ട് ഞാൻ ആ മകന് പഠിപ്പിച്ചു കൊടുത്തു. ആ തമിഴാണെങ്കിലും പുള്ളി അത് എല്ലാ ട്രീറ്റ്മെൻറ്റ് സെഷൻ്റെ മുന്നേ ഞങ്ങളത് ചൊല്ലും. അപ്പോൾ 2 പേരും കൂടി അത് ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ചൊല്ലുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് ആ ഒരു തീരെ വയ്യാത്തൊരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഇമ്പ്രൂവ് ആയി അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മഹത്വം. അപ്പം നമ്മൾ ഈശോയെ കൊടുക്കുമ്പോഴേക്ക് ഈശോ ആ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ സൗഖ്യപ്പെടുത്തുന്നത് ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലിൻ്റെ മറ്റൊരു അനുഭവം ഞാൻ ഓർക്കുന്നത്, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാണ് അദ്ദേഹം ഒരു ജീവനില്ലാത്തൊരവസ്ഥ, മുഖത്ത് ഈച്ചയൊക്കെ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തോട് കൂടുതൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത് 35 വർഷമായിട്ട് കുമ്പസാരമൊന്നുമില്ലാതെ ഈശോയിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം അന്വേഷിച്ചപ്പോൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എവിടുന്നോ പറ്റിയൊരു മുറിവിനാൽ ഈശോയിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ 35 വർഷത്തോളം ഈശോയോട് ബന്ധമില്ലാതിരിക്കുന്നു. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഈശോയുടെ സ്നേഹവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വലിയൊരു മാറ്റം അദ്ദേഹത്തിൽ വരികയാണ്. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഈ 35 വർഷത്തിന് ശേഷം ഒരു വിജാതീയനാണല്ലോ ദൈവം എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞയച്ചത്. അദ്ദേഹം മാനസാന്തരപ്പെടുകയും അത് മിനിസ്ട്രിയിലൂടെ അദ്ദേഹത്തിൻ്റെ 35 വർഷങ്ങൾക്ക് ശേഷം അത് കുർബാന സ്വീകരിക്കാനും കുമ്പസാരിക്കാനും ഒക്കെ പറ്റി. അതൊരു വലിയൊരു അനുഭവമായിട്ട് ഞാൻ ഓർക്കുന്നു. തീർച്ചയായും അരുണി ചേട്ടൻ പറയുന്ന ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്ന ഇതാണ്, നമ്മളൊരു രോഗിയെ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ആവശ്യം ചെയ്തു കൊടുത്തു പോരുന്നതിനപ്പുറം അവരുടെ ആന്തരികമായ ഒരു ചിന്ത കൂടി മനസ്സിലാക്കാനുള്ളൊരു വലിയ ഗ്രേസ് നിറഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കൃപയാണ്. ചേട്ടനിലുള്ള ഒരു കൃപയാണ് നമ്മൾ നഴ്സുമാരായ രോഗികളുടെ കൂടെ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതെന്ന്
ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേട്ടാ, ഒരിക്കൽ കൂടി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് വചനം പങ്കുവെക്കുമ്പോൾ, കൂട്ടായ്മയിൽ സംസാരിക്കുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കരയുന്നതായിട്ട്, ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കണ്ണുകൾ നിറയുന്നതായിട്ട്. പിന്നെ 1-2 മെസ്സേജസിൽ ഞാൻ കേൾക്കുകയാണ്, ചേട്ടൻ പറഞ്ഞ മെസ്സേജിൽ ഒരു എക്സ്പീരിയൻസും കേട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ബുദ്ധിമുട്ടുണ്ടായ വ്യക്തികളോട് ക്ഷമിച്ച് സ്നേഹിക്കാൻ ദൈവം കൃപ തന്നതിനെക്കുറിച്ച്, അങ്ങനെ ഒരു ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഉള്ള ഒരു അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു അലീന. വചനത്തിൽ ശത്രുവിനെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഈശോ, പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോഴേക്ക് നമുക്കെതിരെ വർക്ക് ചെയ്യുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ വളരെ പാടാണ്. പക്ഷേ നമ്മൾ ആ കൃപയിൽ നിൽക്കുമ്പോഴേക്ക് നമുക്ക് അതിനുള്ള ശക്തി ദൈവം തരികയാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ജോയിൻ ചെയ്ത സമയത്ത്, ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും എനിക്ക് വളരെ മുറിവാവുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴേക്ക് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതാണ് വചനത്തിലൂടെ കിട്ടിയൊരു ബോധ്യം അനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വളരെയധികം മാറ്റം അദ്ദേഹത്തിലുണ്ടാവുകയാണ്. അദ്ദേഹം എന്നെ അടുത്ത് വരികയും എന്നെ കൂടുതൽ സ്നേഹിക്കുകയും എന്നോട് കൂടുതൽ ഇപ്പോഴും വർഷങ്ങളായിട്ട് ഇപ്പോഴും അദ്ദേഹം ഞാനുമായിട്ട് നല്ലൊരു നിലയിലേക്ക് പോകാനും ദൈവം ഇടവരുത്തി. അത് നമ്മൾ അദ്ദേഹത്തോട് ക്ഷമിച്ച്, ഈശോ പറഞ്ഞ വചനം അനുസരിച്ച് ശത്രുവിനോട് പോലും ക്ഷമിച്ച് സ്നേഹിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ വന്നപ്പോഴേക്ക് ആ മനുഷ്യന് വലിയൊരു മാറ്റം ഉണ്ടായതായിട്ട് ഞാൻ കണ്ടു. അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നറിയാം നമ്മളുടെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. പക്ഷെ നിരന്തരമായ പ്രാർത്ഥനയിൽ നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ ആ വ്യക്തിയിൽ ഒരു മാറ്റം വരുത്തുന്നത് ഒരു അനുഭവമാണ് ചേട്ടൻ പങ്കുവെച്ചത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത്ര സൗമ്യതയോടെ സംസാരിക്കാൻ? പല സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്റോണീച്ചൻ്റെ പ്രസൻസ് തന്നെ ഒരു ആത്മാവിൻ്റെ വലിയ ഒരു കൃപ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന്. അതായത് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിൽ ഓരോരുത്തരും ഇതുപോലുള്ളൊരു കൃപയിലേക്ക് വളരാനായിട്ട്, നമ്മുടെ പ്രസൻസ് കൊണ്ട് പോലും ആത്മാവിനെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഒരു കൃപയിലേക്ക്. എന്ത് മെസ്സേജസ് ആണ് നമ്മുടെ നഴ്സുമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള രോഗികളോട് കൂടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ചേട്ടന് പറയാനുള്ളത്? ഈശോ നമ്മളെ പഠിപ്പിച്ച 2 കാര്യങ്ങളാണ്: ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക. ആ ഒരു സ്നേഹം നമ്മൾ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് അതിൽ നിന്ന് കൃപ സ്വീകരിച്ച് നമ്മൾ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമ്മൾ എല്ലാ വ്യക്തികളെയും നമ്മൾ മുന്നിലുള്ള ആരാണ് അവരിൽ ഈശോയെ കണ്ടുകൊണ്ട്, അത് ഈശോ പറഞ്ഞത് ഈ ഒരു ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തിരുന്നത്. ആ ഒരു വലിയൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ മുന്നിലിരിക്കുന്ന ഏത് രോഗിയാണെങ്കിലും അവർ എങ്ങനെ ഷൗട്ട് ചെയ്താലും ഞാൻ കാണുന്നത് ഈശോയാണ് എന്നെ ഷൗട്ട് ചെയ്യുന്നത്. ഈശോ എന്നെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതൊരു തിരിച്ചൊരു വേദനയായിട്ടോ ഇതായിട്ടോ ഞാൻ നിൽക്കില്ല. ഞാൻ എളിമപ്പെട്ട് ആ ഈശോയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അപ്പം ഈശോ പറഞ്ഞത് ഇതാണ്, ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്യാതിരുന്നപ്പോൾ നീ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നമുള്ള രോഗിയാണെങ്കിലും ഞാൻ ആ വ്യക്തിയിൽ ഈശോയെ കണ്ട് ഈശോയെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അപ്പം ആ വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. ഒരു സഹപ്രവർത്തകയിൽ നിന്ന് കേട്ടറിഞ്ഞ ഈശോയെ അനുഭവിച്ച് സ്നേഹിച്ച് അത് ഭാര്യയിലേക്ക് പകർന്നു നൽകി, മക്കളിലേക്ക് നൽകി, അമ്മയിലേക്കും മരണ സമയത്ത് അച്ഛനിലേക്കും എത്തി നിൽക്കുമ്പോൾ വളരെ ധീരമായൊരു വിശ്വാസത്തിൻ്റെ അനുഭവമാണ് ഞങ്ങൾ കേട്ട് കഴിഞ്ഞത്. ഇന്നെനിക്കറിയാം ചേട്ടൻ്റെ വിശ്വാസം ജോബിനെ പോലെ എന്ത് കിട്ടിയില്ലെങ്കിലും എന്തില്ലാതായാലും ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഈശോയിൽ ആനന്ദിക്കുന്ന ഒരു വിശ്വാസമാണെന്ന്. ഹബക്കുക്ക് 3:17 നമ്മൾ വായിക്കുന്നത് പോലുള്ളൊരു വിശ്വാസം. ഈ വിശ്വാസ വളർച്ചയിൽ എങ്ങനെയാണ് ചേട്ടനെ കൂട്ടായ്മയും സഭയും സഹായിച്ചിട്ടുള്ളത്? അലീന, സഭ എന്ന് പറയുമ്പോൾ ഈശോയുടെ ശരീരം തന്നെയാണ്. ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി സഭയോടും ചേർന്ന് നിൽക്കും. കാരണം ശിരസ്സായിരിക്കുന്നത് ഈശോയാണ്. നമുക്ക് ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സഭയെ ഒരിക്കലും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. സഭയോട് ചേർന്ന് സഭയിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നത്. കൃപകളെല്ലാം സ്വീകരിക്കുന്നത് സഭയിൽ നിന്നാണ്. സഭയിലാണ് നമ്മൾ കുർബാന സ്വീകരിക്കുന്നു, സഭയിൽ നിന്ന് കുർബാന സ്വീകരിക്കുന്നത്, അതിലൂടെയാണ് നമുക്ക് കൃപകളൊക്കെ വരുന്നത്.
അപ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുക, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുന്നു. കൂട്ടായ്മയിൽ ആണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നടക്കുന്നത്. നമ്മൾ ഒരു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമ്മൾ കൂട്ടായ്മയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ കൂട്ടായ്മയിലാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് വചനത്തിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ നമ്മെ കൊണ്ടുപോകുന്നതൊക്കെ കൂട്ടായ്മയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരിലേക്കും, അതായത് തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നിടത്ത് നമുക്കുള്ളൊരു ഉത്തരമാണ് ഇപ്പോൾ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മളിലെ ആത്മാവിലെ കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലെ കൃപ ജ്വലിക്കും. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളിലെ കൃപ ജ്വലിക്കും. അങ്ങനെ സഭയോടും കൂട്ടായ്മയോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ മക്കളായി മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ മെസ്സേജ് ചേട്ടൻ നമുക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ മുൻപിൽ ഇവിടെ ഇരുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു ആനന്ദവും ഒരു അഭിഷേകവും അതെനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എനിക്കുറപ്പാണ് ചേട്ടനിലെ ഒരു വിശുദ്ധിയാണ് ഈ കൃപയിൽ നിലനിൽക്കാൻ, ആ കൃപ മറ്റുള്ളവരിലേക്കും അടുത്തായിരിക്കുന്നവരിലേക്കും കണ്ടുമുട്ടുന്നവരിലേക്കുമൊക്കെ പകർന്നു നൽകാൻ സഹായിക്കുന്നത് എന്ന്. നമുക്കൊരു വലിയ പാഠമാകട്ടെ ചേട്ടൻ്റെ ജീവിതം. വിശുദ്ധിയിൽ ജീവിച്ച് ഈശോയെ സ്നേഹിച്ച് ആ സ്നേഹം അനേകരിലേക്ക് പകർന്നു നൽകി മനോഹരമായി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഈ നിമിഷം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചേട്ടാ, ഈ മണിക്കൂറുകൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഇത്ര മനോഹരമായി ഈശോയെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്ന, അനുഭവിച്ച സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തന്ന വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഒത്തിരി സ്നേഹത്തോടെ നന്ദി. എല്ലാ മഹത്വവും കർത്താവിന്. ഞങ്ങൾക്കുള്ള കർത്താവെ, ഞങ്ങൾക്കുള്ള അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ആമേൻ. ആമേൻ. ബിനോജ് മുളവരിക്കിലച്ഛൻ്റെ മനോഹരമായ 3 വരികൾ. മുറിയാൻ മടിക്കുന്ന ഇളം തണ്ടിൽ പിറക്കാതെ പോകുന്ന പുല്ലാങ്കുഴലുണ്ട്. ഉടയാൻ മടിക്കുന്ന കല്ലിൽ ഉയർക്കാതെ പോകുന്ന ശില്പമുണ്ട്. അഴിയാൻ മടിക്കുന്ന വിത്തിൽ മുളയ്ക്കാതെ പോകുന്ന കതിരുകളുണ്ട്. അതെ, ജീവിതത്തിൽ മുറിയപ്പെടാനും ഉടയാനും അഴിയാനും നാം മടിക്കുമ്പോൾ നമ്മിൽ നിന്നും ഉയരപ്പെടേണ്ട ചില സുവിശേഷങ്ങൾ ഇല്ലാതാവുകയാണ്. നാം ഇപ്പോൾ കേട്ട ബ്രദർ അന്റോണിയെ പോലെ ഈശോയെ ഏകരക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന്, കുദാശകളോട് ചേർന്ന് നിന്ന്, പരിഭവങ്ങളില്ലാതെ ആത്മനിന്ദയില്ലാതെ സ്നേഹപൂർവം മൗനമായി നമുക്ക് ഈശോയെ പങ്കുവയ്ക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.